ഇവിടെ വെച്ച് മോനെ നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു രാജ്യം ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നു. അതിലൊന്നായിരുന്നു കലിംഗ രാജ്യവും. ആ വംശത്തു നിന്നും കൊണ്ടുവരപ്പെട്ടതാ. ഈ കാട്ടിൽ എവിടെയോ ഉണ്ട്. ഇതും ചേർത്ത് മുഴുവൻ കാശും വീട്ടിലെത്തിരിക്കണം. നിങ്ങൾ പറഞ്ഞോണ്ടേ കയ്യും കെട്ടി ഇവിടുന്ന് ചോറിന് പോവാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ലിംഗയാ. നിനക്കൊരു ബമ്പർ ഓഫർ തരാം. നിന്റെ 2 ഏക്കറിന് പകരം സംസ്ഥാനത്തുള്ള 4 ഏക്കർ തരാം. ആ തന്നേക്ക്. അവൻ കുടിയനാ. അങ്ങനെയുള്ള ഒരുത്തന്നെ എന്റെ മോളെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വാശി പിടിക്കല്ലേ മാമ. നിങ്ങളുടെ മോളവും പൊന്നുപോലെ നോക്കിക്കോളും. പദ്ദു പദ്ദു. എന്താടാ ഭാര്യയെ വിളിക്കുന്ന പോലെയാണോ എന്നെ വിളിക്കുന്നത്? എന്താടാ നിന്റെ കൂട്ടുകാരെ അവളെയും കൂട്ടിട്ട് ഈ നാട് മൊത്തം കറങ്ങി നടക്കാണല്ലോ. എല്ലാവരെയും പോലെ സ്വത്തുള്ള ഒരാൾക്ക് എന്റെ മോളെ കൊടുക്കാനാ എന്റെ ആഗ്രഹം. പക്ഷെ ആ സംസ്ഥാനം വാങ്ങാൻ വന്ന ഓരോരുത്തരും മരിച്ചു പോകും. അത് ശാപം പിടിച്ച ഭൂമിയാണ്. ആരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് എന്റെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്. അതിനു പകരമായി ഞങ്ങൾക്ക് ശിക്ഷ നൽകി ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഹോമത്തിന് നിർത്താൻ അങ്ങ് വേണം വഴി ആ കാട്ടേണ്ടത്. സ്ഥലത്തിൽ ഒരു ഗ്രാമദൈവതയെ പ്രതിഷ്ഠിച്ചിരിക്കണം. മല്ലീര സവടമ്മ, ബംഗാര മൈസമ്മ, കാലാസി ദുർഗമ്മ, പെണ്ണൂരു ഡുണ്ടമ്മ, പെതനാളി എല്ലമ്മ, കാട് പോച്ചമ്മ, ആർപ്പൂർ ദുർഗമ്മ, പട്ടാളമ്മ, ചോളമ്മ, ഗംഗാരമ്മ, പോരേനമ്മ. ഇങ്ങനെ എല്ലാ പേരും വച്ചിരിക്കുന്ന ആ ആദി പരാശക്തി പ്രത്യങ്കര ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കണം. സമസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ പത്മവ്യൂഹമാണ്. അതിന്റെ അകത്ത് പോകാനേ പറ്റൂ, തിരിച്ചു വരാൻ പറ്റില്ല.